നമ്മൾ ആരോഗ്യവാനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങൾ. ശരീരം വിയർക്കുന്നുണ്ടോ, ആവശ്യത്തിന് മൂത്രമൊഴിക്കുന്നുണ്ടോ, എല്ലാ ദിവസവും വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ, മോഷൻ, യൂറിൻ, സ്വെറ്റ്, ഇത് മൂന്നും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യം വരത്തില്ല. ഇത് മൂന്നും എങ്ങനെ കറക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ കൂടാനും ശരീരത്തിലെ പോഷകമായിട്ടുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുമായിട്ട് സഹായിക്കുന്നത് ശരീരത്തിനുള്ളിലോട്ട് കൊടുക്കുന്ന വെള്ളമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, പൈസയും കൊടുക്കണ്ട വീട്ടിലാണെങ്കിൽ. പക്ഷെ ആരും ചെയ്യൂല. 20 കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരാള് 1 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പൊ 60 കിലോ ബോഡി വെയിറ്റ് ഉള്ള 3 ലിറ്റർ വെള്ളം കുടിക്കണം. 15 ഗ്ലാസ് വെള്ളം. ഈ 15 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങളും കറക്റ്റ് ആവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള, നമ്മൾ കഴിക്കുന്നതിന്റെ ഭക്ഷണത്തിന്റെ അനന്തരഫലമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിസിറ്റി, അതായത് വിഷപദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയം എന്ന് പറയുന്നത് മോഷൻ, യൂറിൻ, സ്വെറ്റ് അല്ലെങ്കിൽ വിയർപ്പ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ വിയർക്കാത്ത ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ടോക്സിസിറ്റി ഉള്ളതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം മനുഷ്യ ശരീരത്തിൽ കാണിക്കുന്ന സ്കിന്നിലാണ്, ത്വക്കിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. വിയർക്കാത്ത ഒരു മനുഷ്യനും വെള്ളം കുടിക്കാത്ത ഒരു മനുഷ്യനും ശരിക്കും വയറ്റിന്ന് പോകാത്ത ഒരു മനുഷ്യന്റെ എന്തെങ്കിലും ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടാവും. കാരണം ഈ ത്വക്കിന്റെ രോമകൂപങ്ങൾ വികസിക്കും വിയർക്കുമ്പോൾ. നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരം വിയർക്കുമ്പോൾ തൊലിക്കടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പുകൾ നിർവീര്യമാക്കപ്പെട്ടിട്ട് നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അതാണ് ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇത് ചെയ്യുമ്പോഴും നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ മൈൻഡ് തന്നെ മാറും. ഇപ്പൊ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഇത് എങ്ങനെ നമുക്ക് ആൾക്കാരെ അടുത്ത് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു തത്രപ്പാടിലാണ് പുള്ളിക്കാരൻ. നമ്മളെ മാനസിക നിലയിൽ ഒരുപാട് വ്യത്യാസം.